ഹായ് ഓൾ, എല്ലാവർക്കും സൂര്യ ടോക്കിൻ്റെ ഇന്നത്തെ വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ കൈകാര്യം ചെയ്ത വിഷയം എന്ന് പറയുന്നത് മണി മാനിഫെസ്റ്റേഷൻ ജേർണലിംഗ് ടിപ്സ് ആണ്. അപ്പം ഈ ഒരു ടിപ്പിലോട്ടൊക്കെ പോകുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാനുള്ള ഫസ്റ്റ് ടിപ്പ് അല്ലെങ്കിൽ ഫസ്റ്റ് ട്രിക്ക് എന്ന് പറയുന്നത് കോടീശ്വരനാകാൻ അല്ലെങ്കിൽ മില്ലിയനിയർ ആകാൻ വേണ്ടിയിട്ട് ഒരു ഷോർട്ട് കട്ടും ഇല്ല. സക്സസ്സിലോട്ട് എത്താൻ യാതൊരു കുറുക്കുവഴികളുമില്ല. ഇപ്പോൾ കുറുക്ക് വഴിയിലോട്ട് നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ലോ ഓഫ് അട്രാക്ഷൻ ആയിരിക്കത്തില്ല വരുന്നത്, ഇന്ത്യൻ ലോ ഓഫ് പീനൽ കോഡൊക്കെ ആയിരിക്കും നിങ്ങളെ കൊണ്ടുവന്ന് ജയിലിടുന്നത്. സോ ആ ഒരു ടിപ്പ് നിങ്ങൾ ആദ്യം അക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആണെങ്കിൽ മാത്രം ബാക്കിയുള്ള വീഡിയോ കേട്ടാൽ മതി. അപ്പം ഇന്ന് നമ്മൾ കൈകാര്യം ചെയ്ത കാര്യം എന്ന് പറയുന്നത് എങ്ങനെയൊക്കെയാണ് മണി നമ്മുടെ ജീവിതത്തിലോട്ട് വരാൻ വേണ്ടിയിട്ട് നമ്മൾ പാലിക്കേണ്ട ചില കാര്യങ്ങൾ എന്തൊക്കെയാണ്. അപ്പം എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് മണിയോട് ലവ് ആണോ ലെസ്റ്റ് ആണോ? ഇത് കേൾക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നും. ഒരു ലവിൻ്റെയും ലെസ്റ്റിൻ്റെയും ഇടയ്ക്ക് ഒരു ചെറിയൊരു വരയുടെ അകലം മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ ഒരു ലവ് ലെസ്റ്റ് എന്ന് പറയുന്നത് വളരെ വാസ്റ്റായിട്ടൊരു സംഭവമാണ്. നിങ്ങൾക്ക് മണിയോട് ലവ് ആണോ ലെസ്റ്റ് ആണോ എന്നുള്ളത് നിങ്ങൾ ആദ്യം നോക്കണം. ലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മണിയെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, ഞാൻ മണിയെ സ്നേഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മണി എൻ്റെ ലൈഫിൽ വരണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് എന്നൊക്കെ ഉള്ളതാണ് ലവിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്. ഫസ്റ്റ് വേണ്ടത് നമ്മൾ മണിയെ റെസ്പെക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ലെസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് മണീനെ റെസ്പെക്റ്റ് ഇല്ല, നമുക്ക് ആങ്സൈറ്റി ആണ് ഉണ്ടാവും. കയ്യിൽ നിന്ന് പൈസ വെക്കുന്നത് അയ്യോ പോയി 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 എന്നുള്ള ഒരു ആങ്സൈറ്റി ആയിരിക്കും ലെസ്റ്റിൻ്റെ ഒരു ലക്ഷണം എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് മണിയോട് ലവ് ആയിരിക്കത്തില്ല, ആക്രാന്തമായിരിക്കും ഉണ്ടാകുന്നത്. ആക്രാന്തം പിന്നെ നമ്മളെ കൊണ്ടെത്തിക്കുന്ന പല പടുകുഴിയിലോട്ടായിരിക്കും, ഈ പറയുന്ന തേക്ക് മഞ്ചയും പരിപാടിയിലോട്ടൊക്കെ ആയിരിക്കും നമ്മളെ എത്തിക്കുന്നത്. അപ്പോൾ നമുക്ക് മണിയോട് ലവ് ആണോ ലെസ്റ്റ് ആണോ എന്നുള്ളതാണ് ആദ്യം തിരിച്ചറിയേണ്ടത്. എന്നാൽ അതാണ് മണി ബ്ലോക്ക് മാറാൻ വേണ്ടിയുള്ള ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചില മേക്ക് ബിലീഫുകളുണ്ട്. നമ്മുടെ കുട്ടിക്കാലത്ത് വീട്ടുകാരൊക്കെ പറഞ്ഞിരുന്ന ചില കാര്യങ്ങളുണ്ട്. പൈസ ഉണ്ടാക്കുന്ന ആൾ ശരിയല്ല, അയാൾ ഭയങ്കര സാധനമാണ്, കള്ളനാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ ഒരാളുണ്ട്. ഒരിക്കലും പൈസ നല്ല രീതിയിൽ ഉണ്ടാക്കുന്ന ആൾ മോശക്കാരനേ അല്ല. കാരണം പൈസ എന്ന് പറയുന്നത് എല്ലാവർക്കും ആവശ്യമുള്ളതല്ലേ. എനിക്കും ആവശ്യമുണ്ട്, നിങ്ങൾക്കും ആവശ്യമുണ്ട്, എല്ലാവർക്കും ആവശ്യമുണ്ട്. അപ്പം പൈസ ഉണ്ടാക്കുന്ന ആൾക്കാർ എല്ലാവരും എങ്ങനെയാണ് മോശക്കാരെന്ന് പറയാൻ പറ്റും? നേരായ രീതിയിൽ പൈസ ഉണ്ടാക്കുന്ന ആരും മോശക്കാരല്ല. മോശമായിട്ടുള്ള രീതിയിൽ പൈസ ഉണ്ടാക്കുന്ന ആൾക്കാർ ഈ പറയുന്ന മാതിരി ഏതെങ്കിലുമൊക്കെ ഇടപെടലത്തിലൊക്കെ ചെന്ന് ചാടുകയും ചെയ്യും. അവരെ നമ്മൾ കണ്ടിട്ടുമാണ്. സോ നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കുന്ന ആരും മോശക്കാരല്ല. പൈസ ഉണ്ടാക്കാതെ അറിയുന്നൊരു മോശം ശീലമല്ല, അതൊരു നല്ല ശീലമാണ്. അതാദ്യം നമ്മുടെ മനസ്സിൽ പറഞ്ഞു പഠിപ്പിക്കണം. നമുക്ക് മണിയോട് പ്രണയമാണ്, അല്ലെങ്കിൽ ഐ ലവ് മണി എന്ന് പറയാൻ യാതൊരു മടിയും വേണ്ട. അങ്ങനെ തന്നെയാണ് നമ്മൾ പഠിക്കേണ്ടത്. നമ്മൾ മണിയെ സ്നേഹിക്കുന്നു, ഐ ലവ് മണി എന്നുള്ളത് നമ്മൾ മസ്റ്റായിട്ട് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കണം. എന്നാൽ മാത്രമേ മണി നമ്മളുടെ അടുത്ത് വരത്തുള്ളൂ. അല്ലാതെ ഇഷ്ടമില്ലാത്ത ആരെങ്കിലും അടുത്തോട്ട് പൈസ വരില്ലല്ലോ. ഇപ്പോൾ നമ്മൾ സ്പിരിച്വൽ വേയിൽ പറയുകയാണെങ്കിൽ മണി എന്ന് പറയുന്നത് ലക്ഷ്മി ദേവിയാണ് അല്ലേ. ലക്ഷ്മി ദേവി വീട്ടിലോട്ട് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലക്ഷ്മി ദേവിയുടെ ഇഷ്ടം വേണം, അല്ലാതെ അത് കൊള്ളൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, വരത്തില്ല. സോ ഐ ലവ് മണി എന്ന് പറയുന്നത് നമ്മൾ കീപ് പ്രാക്ടീസിങ്. അതാണ് ജേർണലിങ്ങിൻ്റെ ഫസ്റ്റ് ഒരു എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് കൃത്യമായിട്ടുള്ള ഗോൾസ് വേണം, ടാർഗറ്റ് ഗോൾസ് വേണം. നിങ്ങളുടെ വിഷൻ ക്ലിയർ ആയിരിക്കണം. ഇത്ര രൂപയാണ് നിങ്ങൾ സമ്പാദിക്കേണ്ടതെന്നുണ്ടെങ്കിൽ ആ ഇത്ര രൂപ തന്നെ നിങ്ങൾ കയ്യിൽ കിട്ടി എന്നുള്ള രീതിയിൽ എഴുതി വയ്ക്കണം. ഞാൻ ഇന്ന വഴി കൂടെ ഇത്ര രൂപ സമ്പാദിച്ചു എന്ന് തന്നെ എഴുതി വയ്ക്കണം. ഇപ്പം നിങ്ങളുടെ ഒരു മെയിൻ ഇൻകം സ്രോതസ് ഇതാണെങ്കിൽ ആ ഒരു ഇൻകം സ്രോതസ്സിൽ ഞാൻ 2,000 രൂപ സമ്പാദിച്ചു. അതല്ല നിങ്ങളുടെ പാസീവ് ഇൻകം ഇത്രയാണെങ്കിൽ ഈ മാസം ഞാൻ ഈ ഇതിൽ നിന്ന് ഇത്ര രൂപ സമ്പാദിച്ചു. അങ്ങനെ അതിന് ടാർഗറ്റ് വെച്ചിട്ടായിരുന്നു. പിന്നെ മണിയുടെ ഒരു എനർജി നമ്മുടെ വീട്ടിൽ നിറയാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത് മണി ജാറാണ്. മണി ജാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലൊക്കെ പണ്ട് കാലത്ത് അമ്മമാരൊക്കെ ചെയ്യുന്നതാണ്. ഈ ഒരു എന്തെങ്കിലും ഡെപ്പിയിലൊക്കെ പൈസ ഇങ്ങനെ സൂക്ഷിച്ച് കൂട്ടി വെച്ചിട്ട് അവരവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അത് എടുക്കാറുണ്ട്. അതിൻ്റെ ഒരു മോഡേൺ വേർഷനാണ് മണി ജാർ എന്ന് പറയുന്നത്. ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കുപ്പി ജാർ എടുക്കുക, എന്നിട്ട് അതിൻ്റെ അകത്ത് കോയിൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ നിങ്ങൾക്ക് കിട്ടുമ്പോൾ ഇടും. അതിങ്ങനെ നടന്ന് വരുന്ന കാണുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമാണ്. അത് നമുക്ക് കുട്ടികളെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നതാണ്. കുട്ടികൾക്കൊരു ഫിനാൻഷ്യൽ ലിറ്ററസി എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവരെ കൊണ്ട് ചെയ്യിക്കാവുന്നൊരു കാര്യമാണ് മണി ജാർ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ മണി ചെക്ക് എന്ന് പറയുന്നത് സീക്രട്ട് എന്ന് പറയുന്ന ബുക്കിൻ്റെ അകത്ത് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. നമ്മൾ യൂണിവേഴ്സിൻ്റെ ഒരു ചെക്ക് കൊടുക്കുകയാണ്.
ഈ മണി ചെക്കിൻ്റെ ഫോർമാറ്റൊക്കെ നെറ്റിലൊക്കെ നോക്കി കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആമസോണിൽ നിന്നൊക്കെ ഓർഡർ ചെയ്യാം. അപ്പോൾ യൂണിവേഴ്സിനാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഇത്ര രൂപയുടെ ചെക്ക് നമ്മൾ യൂണിവേഴ്സിന് കൊടുക്കുകയാണ്. അത് നമ്മൾ എഴുതി വയ്ക്കും. ഡിയർ യൂണിവേഴ്സ് എന്ന് പറഞ്ഞിട്ട് അഭിസംബോധന ചെയ്തിട്ട് എത്ര രൂപയാണോ വേണ്ടത് അത്ര രൂപ എഴുതി വയ്ക്കുക. എന്നിട്ട് എന്നത്തെ ഡേറ്റ് ആണോ അത് എഴുതി വയ്ക്കുക. എന്നിട്ട് നമ്മുടെ പേര് എഴുതി സൈൻ ചെയ്യും. അതാണ് മണി ചെക്ക് എന്ന് പറയുന്നത്. പിന്നെ വേറെ കാര്യം ഫീൽ ദ മണി. ഫീൽ ദ മണി എന്ന് പറയുമ്പോഴത്തേക്കും ഒരു 10 രൂപ 100 രൂപ എന്തെങ്കിലും എടുത്തിട്ട് നമ്മൾ വൃത്തിയായിട്ട് എഴുതുക. എന്താണ് എൻ്റെ ജീവിതത്തിലേക്ക് വന്നു ചേർന്ന എല്ലാ പൈസയ്ക്കും ഞാൻ നന്ദി പറയുന്നു എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ട് ആ ഒരു പൈസ നിങ്ങളുടെ ജേർണൽ ബുക്കിൽ കീപ്പ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ ജേർണലിങ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുമ്പോഴത്തേക്കും എല്ലാ ദിവസവും ആ പൈസേനെ ടച്ച് ചെയ്യാം. ഫീലിന് ഭയങ്കര പവറുണ്ട്. അത് സെൻസ് ചെയ്യാം. സെൻസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര പോസിറ്റിവിറ്റി വരും. പിന്നെ അതുപോലെ നമ്മൾ ബുക്കിൻ്റെ അകത്ത് ഈ പറയുന്ന പിന്നെ ഇത്ര രൂപ ഇന്ന ഡേയിൽ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നതിന് ഞാൻ നന്ദി പറയുന്നു എന്ന് പറഞ്ഞിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതണം. ഗ്രാറ്റിറ്റ്യൂഡ് എഴുതിയിട്ട് നിങ്ങൾ റിവേഴ്സ് ഓർഡറിൽ പോകണം. ഈ റിവേഴ്സ് ഓർഡർ ട്രിക്ക് എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞതാണ്. നമ്മുടെ ഈ സെഷൻ കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ഫ്രണ്ട് പറഞ്ഞ സംഭവമാണ്. അതായത് നിങ്ങൾക്ക് എത്ര എമൗണ്ട് ആണോ വേണ്ടത്, ഇപ്പോൾ ഒരു 1 ലക്ഷം രൂപയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ 1 ലക്ഷം രൂപ എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ട് ആ 1 ലക്ഷം രൂപയിലോട്ട് എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ വീക്കിലി എത്ര പൈസ വേണം, മന്ത്ലി എത്ര പൈസ വേണം, ഡെയിലി എത്ര പൈസ വേണം, മണിക്കൂറിന് എത്ര പൈസ വേണം എന്നുള്ളത് കൃത്യമായിട്ട് എഴുതി വയ്ക്കാം. അപ്പോൾ ഈ ഒരു എമൗണ്ട് ഇങ്ങനെ ചെറുതായി വരുമ്പോഴത്തേക്കും നമ്മുടെ ഒരു ആൻസൈറ്റി കുറയും. ഇപ്പം ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ദിവസം നിങ്ങൾക്ക് കൂടിപ്പോയാൽ 100 രൂപ അല്ലെങ്കിൽ ഒരു 150 രൂപ സമ്പാദിച്ചാൽ മതിയായിരിക്കും നിങ്ങളുടെ ഒരു ഗോളിലെത്താൻ. ഇപ്പോൾ ഒരു 150 എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കത് ഭയങ്കര സന്തോഷമാണ്. ഇത്രയേ ഉള്ളല്ലോ എന്നുള്ളൂ. അപ്പോൾ നമ്മൾ അനാവശ്യമായിട്ട് ചിലവാക്കുന്ന സ്വഭാവങ്ങളൊന്നും നിർത്തും. അപ്പം അതാണ് റിവേഴ്സ് ടെക്നിക്ക് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പാലിക്കേണ്ട ചില ഡൂസ് ആൻഡ് ഡോൺസ് എന്ന് പറയുന്നത്, ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജലസി പാടില്ല. അപ്പം പറയാൻ എളുപ്പമാണ്, പക്ഷേ നമ്മൾ ജലസി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മണിയെ അഡ്മയർ ചെയ്യുമല്ല, നമ്മൾ നോ പറയുക ചെയ്യുന്നത്. സോ ജലസി എന്ന് പറയുന്ന കാര്യം ഒഴിവാക്കാൻ പറ്റുകയാണെങ്കിൽ വളരെ നല്ലതാണ്. പിന്നെ കമ്പാരിസൺ, മറ്റുള്ള ആൾക്കാരുടെ ജീവിതം നോക്കിയിട്ട് കമ്പയർ ചെയ്യുന്നതും മണിയെ നമ്മുടെ ജീവിതത്തിലോട്ട് വരുന്നതിൽ നിന്നും തടയുന്നൊരു കാര്യമാണ്. ഈ 2 കാര്യങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുക. പിന്നെ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ എന്ന് പറയുന്നത് മില്ലിനിയർ പാത്വേ നോക്കാം. അതായത് നിങ്ങളിപ്പോൾ ഗൂഗിളിൽ കയറിയിട്ട് അടിച്ചു നോക്കുക മില്ലിനിയേഴ്സിൻ്റെ ഓക്കുപ്പേഷൻസ്, എന്തൊക്കെ ഓക്കുപ്പേഷൻസാണ് മില്ലിനിയേഴ്സ് ചെയ്യുന്നതെന്നുള്ളത് നോക്കുക. അപ്പോൾ ട്രെൻഡിങ് ലിസ്റ്റ് കിട്ടും. അപ്പോൾ ആ ട്രെൻഡിങ് ലിസ്റ്റ് എടുത്തിട്ട് അതിൽ നിങ്ങളുടെ ഇൻട്രസ്റ്റുമായിട്ട് അലൈൻ ചെയ്യുന്ന ഒരു 5 എണ്ണം എടുക്കുക. ആ 5 എണ്ണം എടുത്തിട്ട് അതിനെ നിങ്ങൾ റാങ്ക് ചെയ്യുക. എന്നിട്ട് അതിൽ ഏറ്റവും ഹയസ്റ്റ് റാങ്കിൽ വരുന്ന അതായിരിക്കും നിങ്ങളുടെ ഒരു സ്കില്ലെന്ന് പറയുന്നത്. നിങ്ങൾക്ക് മാസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഗുണകരമാകുന്ന സ്കില്ലെന്ന് പറയുന്നത് ഈ ഒരു ഹയസ്റ്റ് റാങ്ക് കിട്ടുന്നതായിരിക്കും. ഇപ്പം എൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടൻറ് ക്രിയേഷനാണ് എനിക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സ്കില്ല്, അല്ലെങ്കിൽ ടീച്ചിങ് ആണ്. ടീച്ചിങ് പ്ലസ് കണ്ടൻറ് ക്രിയേഷനൊക്കെ ഏകദേശം ഒരുപോലെ വരും. അപ്പോൾ ആ ഒരു സ്കില്ലിലാണ് ഞാൻ മാസ്റ്റർ ചെയ്യേണ്ടത്. അപ്പോൾ മാസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു റോൾ മോഡലിനെ വെച്ചിട്ട് അവരുടെ പാത്വേ അനലൈസ് ചെയ്യാം. ഇപ്പോൾ കണ്ടൻറ് ക്രിയേഷൻ്റെ കാര്യത്തിൽ എൻ്റെ റോൾ മോഡൽ എന്ന് പറയുന്നത് പേളി മണിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പേളി മണി. അപ്പോൾ പേളി മണിയുടെ ഒരു യൂട്യൂബിൻ്റെ പിന്നെ അവർ യൂട്യൂബ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ഒരു ടൈം സ്പാന് അതൊക്കെ ഞാൻ വാച്ച് ചെയ്യാറുണ്ട്. അപ്പം നിങ്ങൾക്ക് ആരെയാണോ ഇഷ്ടമുള്ള അവരുടെ ആ ഒരു ഇത് പാത്വേ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ലതായിരിക്കും. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് നിങ്ങളുടെ കോഴ്സിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ചിന്തകളായിരിക്കും നമ്മളുടെ ഇതിലോട്ട് തരുന്നത്, അല്ലെങ്കിൽ അവരുടെ ആൻസൈറ്റി ആയിരിക്കും നമ്മുടെ ഇതിലോട്ട് തരുന്നത്. തന്നു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അത് പിടിച്ചെടുക്കുകയും അതനുസരിച്ചിട്ട് വർക്കൗട്ട് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ ഗോളൊന്നും നടക്കില്ല. ഈ പണ്ടുള്ള ആൾക്കാർ പറയാറുണ്ട്, നമുക്കൊരു സ്വപ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ 10 പേരോട് പറയാൻ പാടില്ല കണ്ണ് കിട്ടുന്നൊക്കെ. കണ്ണ് കിട്ടുന്നൊന്നുമല്ല, കണ്ണ് കിട്ടുമെന്നുള്ള വിശ്വസിക്കുന്ന ആൾക്കാർക്ക് ആ രീതിയിൽ വിശ്വസിക്കാം, അതിലോട്ടൊന്നും ഞാൻ കിടക്കുന്നില്ല. പക്ഷേ നമ്മുടെ ഗോൾസ് നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന ഫ്രണ്ട്സിനോട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് പിന്നെന്താണ് ഗുണകരമായതൊന്നും സംഭവിക്കത്തില്ല. ഇപ്പം ഞാൻ എൻ്റെ ബിസിനസ്സിൻ്റെ കാര്യങ്ങളെ കുറിച്ചിട്ട് അങ്ങനെ ഇങ്ങനെ എൻ്റെ ഫാദറിനോട് ചർച്ച ചെയ്യത്തില്ല എന്ന് പറയുന്നതിൻ്റെ ഒരു റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛന് ബിസിനസ് എന്ന് കേട്ട് കഴിഞ്ഞാൽ ആദ്യം ഓർമ്മ വരുന്നത് സാഗരം സാക്ഷി സിനിമയിലെ മമ്മൂട്ടിയാണ്. ലോഹിതദാസിൻ്റെ ഒരു പഴയ സിനിമയാണ് സാഗരം സാക്ഷി എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് മമ്മൂട്ടി ബിസിനസ്സുകാരനാണ്, ബാലേന്ദ്രൻ എന്നാണ് പേര്. പുള്ളി ബിസിനസ് ചെയ്ത് പൊട്ടിയ ഒരാളാണ്. അപ്പോൾ ബിസിനസ് എന്ന് കേട്ട് കഴിഞ്ഞാൽ അച്ഛൻ്റെ മനസ്സിൽ ആദ്യം വരുന്ന ആ ഒരു ഇമേജാണ്, ആ ഒരു സിനിമയാണ്.
അപ്പം ഞാൻ എൻ്റർപ്രണർഷിപ്പ് ജേർണിയിലോട്ട് മാറുകയാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അച്ഛൻ ആദ്യം പറഞ്ഞത് സുയോ ബിസിനസ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ ബാലേന്ദ്രൻ്റെ പോലെ ആയിപ്പോകുന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ ഒരു നെഗറ്റീവ് തോട്ടുള്ള ഒരാളുടെ അടുത്ത് ഞാൻ എൻ്റെ വിഷൻസും ഗോൾസൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ആ സാഗര സാക്ഷിയുടെ ക്യാരക്ടർ വെച്ചിട്ടായിരിക്കും നോക്കുന്നത്. അത് എന്നെ ഡിമോട്ടിവേറ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളും ഉണ്ടായിരിക്കുന്നതാണ് നല്ലത്. നമ്മൾ അങ്ങനത്തെ ഡിമോട്ടിവേഷനൊക്കെ പോകുന്നതിനെക്കാട്ടിൽ നല്ലത് മാസ്റ്റേഴ്സിനോട് സംസാരിക്കാൻ പറ്റുവാണെങ്കിൽ നല്ലതാണ്. എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്, എനിക്ക് പേളിമാണിയോട് എപ്പോഴും സംസാരിക്കണമെങ്കിൽ. മാസ്റ്റേഴ്സിനൊക്കെ സംസാരിക്കാൻ പറ്റുവാണെങ്കിൽ അത് ഏറ്റവും നല്ലതായിരിക്കും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ കുക്കിങ്ങിലാണ് താല്പര്യമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലക്ഷ്മി നായരുടെ ടോക്കോ അല്ലെങ്കിൽ ലക്ഷ്മി നാരായണ ഇഷ്ടമെന്നുണ്ടെങ്കിൽ ലക്ഷ്മി നായരുടെ ടോക്കോ ഒക്കെ ഫോളോ ചെയ്യുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ ഷെഫ് പുള്ളി ആണെങ്കിൽ ഷെഫ് പുള്ളിയുടെ ടോക്കൊക്കെ ഫോളോ ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ അങ്ങനെ മാസ്റ്റേഴ്സിൻ്റെ ഒരു പാത്ത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവരുടെ ഹാബിറ്റ്സ് ഒക്കെ കുറച്ച് മനസ്സിലാവും. അത് നമുക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആവുന്ന കാര്യങ്ങളാണ്. അപ്പം ഇത്രയൊക്കെയാണ് ഇന്ന് നമ്മളുടെ മണി മാനിഫെസ്റ്റേഷൻ കാര്യത്തിൽ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കാം. നാളെ സെഷൻ ഇല്ല, അടുത്തത് മൺഡേ ആണ്. മൺഡേയുടെ സെഷനിൽ കാണുന്നതിന് വരെ ബൈ ബൈ.